5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിൻ്റെ പ്രാദേശിക പ്രവർത്തകരായിട്ടുള്ള 7 പേർ നിലമ്പൂരിൽ 7 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നഗരസഭയിലും നിലമ്പൂർ നഗരസഭയിലും ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി അവർ അവിടെയുണ്ട്. അവർ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അഭൂതപൂർവമായ ഇലക്ഷനാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ലീഗ് കേന്ദ്രങ്ങളിൽ ആബാലവൃത്ത ജനങ്ങളും കന്നി വോട്ടർമാർ മുതൽ ഏറ്റവും പ്രായമുള്ള രോഗാതുരതയിൽ കിടക്കുന്നവർ വരെ, വളരെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളവർ വരെ, ഉമ്മമാരും വാപ്പമാരും ഉപ്പാപ്പമാരും എല്ലാവരും ഇളകി മറിഞ്ഞു വരുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് ഇത് കാണുന്നത്. അങ്ങനെയുള്ളൊരു 47% ആയിക്കഴിഞ്ഞു. ഏകദേശം 50% ഇപ്പോൾ ആകുമെന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ രാവിലെ ഞങ്ങളുടെ പ്രവർത്തകർ തന്നത് സൂചിപ്പിച്ച അനുസരിച്ച് 70-75% പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോഴത്തെ ഈ ഉച്ച സമയത്തെ ഒരു നിലവാരം വെച്ച് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവർ തന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് ഷൗക്കത്ത് അലി കയറി വരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. 2ാം സ്ഥാനത്തേക്ക് അൻവർ വരും എന്നുള്ളതാണ് പുതിയ വാർത്ത. അൻവറിന് അനുകൂലം, ഇവർ പലരോടും ചോദിക്കുമ്പോൾ അൻവറിന് അനുകൂലമായി വോട്ട് ചെയ്തവരുടെ എണ്ണവും കൂടുതലാണ്. അതുപോലെ തന്നെ ലീഗ് കേന്ദ്രങ്ങളിലാണ് ഇങ്ങനെ അഭൂതപൂർവമായ ഒരു തിരക്ക് കാണുന്നത്. സ്വാഭാവികമായിട്ടും മറ്റു കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കുറഞ്ഞാൽ, ആൾക്കാരുടെ എണ്ണം കുറഞ്ഞാൽ ഷൗക്കത്ത് അലി ജയിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വരാജ് 3ാം സ്ഥാനത്തേക്ക് പോകുമോ എന്നൊരു ഭയം ഇപ്പോൾ വരുന്നുണ്ട്. വളരെ കുറഞ്ഞ വോട്ടുകൾക്കെങ്കിലും ഷൗക്കത്ത് അലി ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 2ാം സ്ഥാനത്തിന് നെക്കോട് നെക്ക്, ഇഞ്ചോട് ഇഞ്ച് പോരാട്ടത്തിൽ അൻവർ 2ാം സ്ഥാനത്തുണ്ടാകും. അൻവറിന് തീർച്ചയായിട്ടും എവിടെയാണ് പിഴച്ചതെന്നറിയില്ല. 3ാം സ്ഥാനത്തേക്ക് സ്വരാജ് മാറുന്നു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. കനത്ത പോളിംഗ് നടക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിലാണ് നാളിതുവരെ ഉണ്ടാകാത്ത പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ടിൽ ചിലപ്പോൾ കാര്യമായ ഇടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ വോട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം മലയോര കർഷകരുടെ വോട്ടൊക്കെ കൂടുതൽ വരികയാണെങ്കിൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിക്കും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന, ഉച്ചയ്ക്ക് കിട്ടുന്ന, 1 മണിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 1 മണി വരെയുള്ള റിപ്പോർട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാട്സപ്പിലും ഞങ്ങളുടെ ഹാൻഡിലുകളിലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ആര്യാടൻ ഷൗക്കത്തിന് നല്ലൊരു മേൽക്കൈ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇനി വരാനിരിക്കുന്ന സമയം, ബാക്കിയുള്ള സമയം ആരൊക്കെയാണ് വോട്ട് ചെയ്യുക എന്നറിയില്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് തീർച്ചയായിട്ടും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതും കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള CPMലെ തന്നെ ഒരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട്. അതിനി അവർ വോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അവർ പോയാൽ ഷൗക്കത്തിനോ അൻവറിനോ കൊടുക്കാനും പറ്റില്ല. കാരണം അവർ CPMൻ്റെ കടുകട്ടി CPM പ്രവർത്തകർ പലരും ഈ തെരഞ്ഞെടുപ്പിൽ സൈലൻ്റ് ആയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം സൈലൻ്റായി എന്നൊരു വാർത്തയും വരുന്നുണ്ട്. ഇതെല്ലാം ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിശേഷങ്ങൾ വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യുന്നതാണ്. കാരണം ഇതൊരു വലിയ മണ്ഡലമാണ്, ഒരു മലയോര മണ്ഡലമാണ്. അപ്പോൾ നിലമ്പൂർ പോലുള്ളൊരു വലിയ മണ്ഡലത്തിൽ 7 ഗ്രാമപഞ്ചായത്തുള്ള ഒരു നഗരസഭയുള്ള വലിയൊരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മളിത് പറയുന്നത്. സാമ്പിൾ എടുത്ത് പറയുന്നത് റാൻഡം സാമ്പിളാണ്. അത് വളരെ കൃത്യമായി വന്നുകൊള്ളണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും മോറോർലെസ് കൂടിയും കുറഞ്ഞുമൊക്കെ കാര്യങ്ങൾ നിൽക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടുന്ന വാർത്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും, നമ്മൾ 6-7 പേരെ അവിടെ ഫീൽഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് കിടക്കുന്ന, അവരുടെ വിശകലനം അനുസരിച്ച് കിട്ടുന്ന ഒരു വിവരമാണ് തരുന്നത്. ഒരു സ്കോർ ഷീറ്റ് വെച്ചിട്ട് അവർ എടുക്കുന്ന വിശകലനം നടത്തിയതനുസരിച്ച് ചിന്തിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനാണ് ഇപ്പോൾ ഒരു മേൽക്കൈ കിട്ടിയിരിക്കുന്നത്. ഉച്ചവരെയുള്ള വിശകലനം നടത്തുമ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷവും എന്ത് സംഭവിക്കാം. കാരണം 2ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അൻവർ ചിലപ്പോൾ 1ാം സ്ഥാനത്തേക്ക് വരാം, അല്ലെങ്കിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വരാജ് തന്നെ ചിലപ്പോൾ 2 പേരെയും കവർ ചെയ്തുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് വരാം. എന്തായാലും മോഹൻ ജോർജ്, അദ്ദേഹത്തിന് നിശ്ചിതമായൊരു റിസർവ് വോട്ട് കിട്ടി, അദ്ദേഹം 10-13 വോട്ടിനകത്ത് കിട്ടി, അദ്ദേഹം മാറും. 3 പേർ തമ്മിലുള്ള കളമായി മാറിയിട്ടുണ്ട്. അതിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മേഖലയിലാണ് ഇപ്പോൾ ശക്തമായ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഷൗക്കത്തിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ചില രൂപങ്ങളും അവിടെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശക്തമായ മഴ വന്നാലും അത് പോളിങ്ങിനെ ബാധിക്കും. അല്ലെങ്കിൽ ഒരു 70-75% പോളിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. വളരെ തുച്ഛമായ വോട്ടുകൾക്കെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയും 2ാം സ്ഥാനത്ത് അൻവർ വരികയും 3ാം സ്ഥാനത്തേക്ക് സ്വരാജ് മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും കണക്കുകളുടെയും ഡേറ്റയുടെയും വെളിച്ചത്തിലുള്ള വിശകലനമാണ്. അതങ്ങനെ തന്നെ നടന്നുകൊള്ളണമെന്ന് തെരഞ്ഞെടുപ്പുകളിൽ പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്.
അവർ ആർക്കും വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യാതിരിക്കാം, അവർ നോട്ടയാക്കാം, അസാധുവാക്കാം, എന്ത് വേണോ അവർക്ക് ചെയ്യാം. നമുക്കിവിടെ ഇരുന്നു കൊണ്ട്, തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് അവിടുത്തെ ഫീൽഡ് വിവരങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പറയുക എന്നുള്ളതിനപ്പുറം ആധികാരികമായി പ്രവചനം നടത്താൻ നമ്മൾ ജ്യോതിഷികളൊന്നുമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴത്തെ ട്രെൻഡ് ആര്യാടൻ മുഹമ്മദിന് വലിയ അപ്പർ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. 2ാം സ്ഥാനത്തേക്ക് അൻവർ കൂടെ ഓട്ടത്തിലുണ്ട്. പിറകിലല്ലാത്ത രൂപത്തിൽ നമ്മുടെ സ്വരാജും കൂടെ തന്നെയുണ്ട്.